ഇത് MLA സ്ഥാനത്ത് നിന്ന് പുറത്താക്കാൻ മാത്രം ഗൗരവമുള്ള സംഭവമാണെന്ന് കോൺഗ്രസിനകത്ത് അഭിപ്രായമുണ്ട്. പക്ഷേ അങ്ങനെ കോൺഗ്രസിനകത്ത് അഭിപ്രായമുള്ളപ്പോൾ പോലും എന്ത് കാരണത്താൽ MLA സ്ഥാനം രാജിവെക്കണമെന്ന് വിശദീകരിക്കാൻ കഴിയാത്ത ഒരു അനൗപചാരികത ഈ പരാതികളുടെ സ്വഭാവത്തിലുണ്ട്. ഇതിനെങ്ങനെയാണ് കാണേണ്ടത്? ഇല്ല, അനൗപചാരികത എന്ന് പറയുന്ന ഒരു എക്സ്ക്യൂസ് ഇവിടെ കൊടുക്കേണ്ട ആവശ്യമില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇദ്ദേഹത്തിനെതിരെയുള്ള ഓരോ ക്ലെയിമും നമ്മൾ നോക്കിയാൽ അതൊട്ടും തന്നെ തുച്ഛീകരിക്കാൻ പറ്റുന്ന ലഘുവായിട്ടുള്ള ക്ലെയിംസ് അല്ല. ഒന്ന്, ഒരു കുട്ടിയെ അബോർട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നത്. രണ്ടൊരു റേപ്പ് ഫാൻറ്റസി വളരെ പ്രകടമായിട്ട് തന്നെ മുമ്പോട്ട് വെക്കുന്ന ഒരാൾ. മൂന്ന്, സ്വന്തം അധികാര ദുർവിനിയോഗം ചെയ്ത ആളിന് മാത്രമേ വിളിക്കാൻ പറ്റുള്ളൂ. കാരണം മൾട്ടിപ്പിൾ അക്കൗണ്ട്സിൽ നിന്ന്, അത് ടെലിഗ്രാം വഴിയാണെങ്കിലും ശരി, ഇൻസ്റ്റഗ്രാം വഴിയാണെങ്കിലും ശരി, വാട്സാപ്പ് വഴിയാണെങ്കിലും ശരി, നിരവധി സ്ത്രീകൾക്ക് ലൈംഗിക ചൊവ്വയുള്ളതും ഫ്ലിർട്ടേഷ്യസുമായിട്ടുള്ള മെസ്സേജുകൾ അയക്കുന്ന ഒരു വ്യക്തി, അത് MLA ആയിരിക്കുന്നതിന് മുമ്പും MLA ആയി കഴിഞ്ഞിട്ടും നടക്കുന്നത്. ഇതിനെയൊക്കെ തുച്ഛമായിട്ടുള്ള അല്ലെങ്കിൽ അനൗപചാരികമായിട്ടുള്ള ക്ലെയിംസ് ആണെന്ന് നമ്മൾ വിചാരിക്കുന്നത്. ഇവിടെ സ്ത്രീ സുരക്ഷയ്ക്ക് യാതൊരു വില കൊടുക്കാതിരിക്കുമ്പോൾ മാത്രമേ നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ കഴിയുള്ളൂ. ഒരു കേസ് ചാർജ് ഷീറ്റഡ് ആകുമ്പോൾ മാത്രമേ, അല്ലെങ്കിൽ ഒരു FIR ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ ഒരു ധാർമ്മികതയുടെ ഇഷ്യൂ മുമ്പോട്ട് വരികയുള്ളൂ. അല്ലെങ്കിൽ അത് ചാർജ് ഷീറ്റഡ് കേരള സമൂഹം രണ്ടായി തിരിഞ്ഞിരിക്കുന്ന ഒരു സംഭവമാണ്. മാളവിക, നോക്കൂ, കേരള സമൂഹം രണ്ട് അഭിപ്രായത്തിലാണ് ഇവിടെ ഇക്കാര്യത്തിലുള്ളത്. ഒരു വിഭാഗം രാഹുൽ മാങ്കൂട്ടത്തിലിനെ വളരെ ചെറിയ വിഷയങ്ങളുടെ പേരിൽ വേട്ടയാടുന്നു എന്ന ഫീൽ കുറേ അധികം ആൾക്കുണ്ട്. അത് കോൺഗ്രസിനകത്ത് തന്നെ രണ്ട് അഭിപ്രായം അങ്ങനെയുണ്ട്. മറുഭാഗത്ത് ഇയാൾ വലിയ ഒരു പ്രഡേറ്ററാണ്, ഒരു കുറ്റക്കാരനാണ് എന്നൊരു നറേഷനുണ്ട്. ഒരു നിമിഷം നോക്കൂ, ഇപ്പോൾ ഇതിൽ മാളവിക തന്നെ സൂചിപ്പിച്ച ഈ ശബ്ദ സന്ദേശം പുറത്തു വന്നവർ, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ അവർക്ക് ഒരു അൺപ്രിവിലേജ്ഡ് ആയിട്ടുള്ള സ്ത്രീകളെയല്ല, വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകളുടെ ശബ്ദമാണ് ഈ പുറത്തു വരുന്നത്. അവർ പരാതിപ്പെടുന്നില്ല എന്ന് അവർ സ്വയം തീരുമാനിച്ചാൽ അത് സ്ത്രീ സുരക്ഷയുമായി നമ്മളെങ്ങനെ ബന്ധിപ്പിക്കും? അല്ല, അത് ബന്ധിപ്പിക്കാൻ പറ്റുമല്ലോ. കാരണം പരാതിപ്പെട്ട സ്ത്രീകളുടെ വലിയൊരു പട്ടിക കേരളത്തിലുണ്ടല്ലോ. അത് ഹേമ കമ്മിറ്റിയുടെ മുമ്പിൽ പോയിട്ട് പരാതിപ്പെട്ടവരാണെങ്കിലും ജുഡീഷ്യറിയുടെ മുമ്പിൽ പോയി പരാതിപ്പെട്ടവരാണെങ്കിലും എത്ര വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഒരു കൃത്യമായിട്ടുള്ള വിധി എന്തിലെങ്കിലും വന്നിട്ടുണ്ടോ? പോസിറ്റീവായിട്ടുള്ള വന്നിട്ടുണ്ടോ? ഇവിടെ ഈ സ്ത്രീകൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ക്ലെവറായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും സോർട്ടഡ് ആയിട്ടുള്ള രീതിയിലുള്ളൊരു പ്രതികരണമാണ് ഈ സ്ത്രീകൾ ചെയ്തിട്ടുള്ളത്. അത് മീഡിയയ്ക്ക് മുമ്പിൽ പോവുക, സോഷ്യൽ മീഡിയ വഴി ഇതിനെ ഫേസ് ചെയ്യുക എന്നുള്ള, അല്ലെങ്കിൽ ഇതിനെ അപ്രോച്ച് ചെയ്യുക എന്നുള്ള വഴി തന്നെയാണ് അവർ തേടിയിട്ടുള്ളത്. അത് ഏറ്റവും കറക്റ്റായിട്ടൊരു സ്ട്രാറ്റജി ആയിട്ടാണ് ഞാൻ വായിക്കുന്നത്. കാരണം ബാക്കിയുള്ള സംവിധാനങ്ങൾ എടുത്തു നോക്കിയാൽ ആ സംവിധാനങ്ങളിലുള്ള വിശ്വാസം ഇവിടെ കേരളത്തിലെ സ്ത്രീകൾക്ക് എത്രത്തോളം ഉണ്ട് എന്ന് ചോദിച്ചാൽ അത് വളരെ കുറവാണെന്നേ പറയാൻ പറ്റുള്ളൂ. ഇപ്പം ഞാൻ തന്നെ 2 സൈബർ ബുള്ളിങ് കേസ് കൊടുത്തിട്ടുള്ള ആളാണ്. 2 വർഷമായിട്ട് ഞാൻ എന്നിട്ട് അതിൻ്റെ വിധിക്ക് വെയിറ്റ് ചെയ്യുന്ന ഒരാളും കൂടിയാണ്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ജുഡീഷ്യറിയുടെ മുമ്പിൽ പോകുന്നയോ പോലീസ് സിസ്റ്റത്തിന് മുമ്പിൽ പോകുന്നതിനേക്കാളും റിഫോർമേഷൻ്റെ പാതയിൽ ഒരാൾ നടക്കണമെന്ന് ആഗ്രഹിച്ച് മുമ്പോട്ട് വരുന്നത്. അതിന് പ്രിവിലേജ് എന്നുള്ള യാതൊരു വിധത്തിലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടും ഒരു സ്ത്രീയെ ഒരു ഇരയാകുന്നതിൽ നിന്ന് അല്ലെങ്കിൽ ഒരു അതിജീവിതയാകുന്നതിൽ നിന്ന് രക്ഷിക്കുന്നില്ലെന്നാണ് നമ്മളെ നിരന്തരമായിട്ട് കാണിച്ചു കൊണ്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഇവിടെ ഒരു സിനിമാ നടിയായിട്ടുള്ള ഒരു സ്ത്രീക്കെതിരെ തന്നെ ഇത് വലിയൊരു അതിക്രമം വന്നിട്ട് പോലും ഇത്രയും വർഷങ്ങളായിട്ട് നമ്മൾ അതിൻ്റെ വിധിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ എന്തൊക്കെ സംഭവങ്ങളാണ് നടന്നിട്ടുള്ളതെന്ന് നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് ഈ പ്രിവിലേജ്ഡ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള അല്ലെങ്കിൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സ്ത്രീകൾ ആയതുകൊണ്ട് അവർ FIR കൊടുക്കാത്തത്, അല്ലെങ്കിൽ അവരൊരു പരാതി കൊടുക്കാത്തതിന് അവരെ കുറ്റക്കാരികളായിട്ട് നിർത്തുന്നതിനോട് തികച്ചും വിയോജിപ്പാണ്. അത് ഇവിടെയുള്ള പേട്രിയാർക്കൽ സമൂഹം മുമ്പോട്ട് വെക്കുന്നതാണ്. അല്ലെങ്കിൽ അവരുടെ സ്റ്റാൻഡിനെ തുച്ഛീകരിക്കാൻ മാത്രമല്ല, അവരുടെ സ്റ്റാൻഡിനെ ഇൻവാലിഡേറ്റ് ചെയ്ത് കളയാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു തന്ത്രമായിട്ട് മാത്രമേ നമുക്കതിനെ വായിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇതിൽ തന്നെ മൾട്ടിപ്പിൾ സ്ത്രീകളുണ്ടല്ലോ. ആ മൾട്ടിപ്പിൾ സ്ത്രീകളിൽ ഒരു സ്ത്രീ മാത്രമാണ് റിഫോർം നവീകരിക്കട്ടെ എന്നുള്ള രീതിയിൽ ഫ്രണ്ടാണ് എന്ന് പറയുന്നത്. ബാക്കിയുള്ള സ്ത്രീകളെ ഫ്രണ്ടാണ് എന്ന് പറയുന്നത് ഇവിടെയുള്ള ഒഫൻഡറാണ് പറയുന്നത്, രാഹുൽ മാങ്കൂട്ടത്തിലാണ് പറയുന്നത്. ഇപ്പോൾ സിയോമോട്ടോ കേസ് എടുത്തിട്ടുണ്ടല്ലോ. ബാലാവകാശ കമ്മീഷനും സ്ത്രീ കമ്മീഷനും ഇവിടെ വിമൻസ് കമ്മീഷനും സിയോമോട്ടോ പരാതി സ്വീകരിച്ചിട്ടുണ്ടെന്നാണല്ലോ അറിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒട്ടും പരാതി ഇല്ലാത്തൊരു സിറ്റുവേഷനിലല്ല നമ്മൾ വന്ന് നിൽക്കുന്നത് എന്നുകൂടി നമ്മൾ ഓർമ്മിക്കിട്ടുണ്ട്.